പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ മാത്രം പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇതിനിടെയാണ് മരങ്ങളെ ചികിത്സിച്ച് വീണ്ടെടുക്കുന്ന ഒരു മനുഷ്യന്റെ കഥ. നശിച്ചുപോകുന്ന വൃക്ഷങ്ങളെ ആയുർവേദ ചികിത്സയിലൂടെ വീണ്ടെടുക്കുന്ന പ്രവർത്തനത്തിൽ സജീവമാണ് കോട്ടയം വാഴൂർ സ്വദേശി കെ ബിനു. വൃക്ഷായുർവേദത്തിലൂടെ ബിനു പുനരുജ്ജീവിപ്പിച്ചത് നിരവധി മരങ്ങളെയാണ്. ഒരു രോഗിക്ക് മുറിവ് പറ്റി ആശുപത്രിയിൽ ചെന്നാൽ എങ്ങനെയാണ് നേഴ്സുമാർ പരിചരിക്കുന്നത്, അതേപോലെയാണ് ഈ മരത്തിനുള്ള പരിചരണം നടക്കുക. അതുകൊണ്ട് തന്നെ മരം കഴുകി ആദ്യം വൃത്തിയാക്കി ഇനിയും ഉള്ളത് മരത്തിലെ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയാണ്. അത് പാലിൽ കുഴച്ച വിഴാലരി പൊടിയാണ്. വിഴാലരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ഒരു അരിയാണ്. അതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. ആ വിഴാലരിയും പാലും കൂടി ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം ഈ ആലിൽ തേക്കുന്നതോടുകൂടി ഈ ആലിൻ്റെ വൃക്ഷായുർവേദ ചികിത്സയ്ക്കുള്ള ആദ്യപടി ആയി അത് മാറും. അതിനുശേഷം മരുന്ന് കൂട്ടുകൾ തേക്കും. തേച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് കോറത്തുണി കൊണ്ട് കെട്ടി നിർത്തുക. ഏകദേശം 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചികിത്സാ രീതിയാണ് ഇവിടെ നടത്താൻ പോകുന്നത്. കണ്ടത്തിൽ നിന്നെടുത്ത മണ്ണുണ്ട്, ചിതൽപ്പുറ്റ് തെള്ളിയെടുത്തതുണ്ട്, മരം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് തള്ളിയെടുത്തതുണ്ട്, കദളിപ്പഴമുണ്ട്, ചെറുതേനുണ്ട്, നെയ്യുണ്ട്. അങ്ങനെ 14 പരം മരുന്ന് കൂട്ടുകൾ നിശ്ചിത അളവിൽ ചേർത്ത് കുഴച്ചെടുത്ത് അത് ഒരേ നിറത്തിലാവണം. അങ്ങനെ ഒരേ നിറത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ മരുന്ന് കൂട്ട് പൂർണ്ണമായി പാകത്തിന് തയ്യാറായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത് തയ്യാറാക്കി ലേപനം ചെയ്ത് ഒപ്പം തന്നെ കോറത്തുണി കൊണ്ട്, കോട്ടൺ തുണി കൊണ്ട് ഈ മരത്തെ കെട്ടി നിർത്തുന്നതോടുകൂടി വൃക്ഷായുർവേദ പരിപാടി അവസാനിക്കും. ആഹാരം മാത്രം പോരാ, വെള്ളം കൂടി വേണമല്ലോ. അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വെള്ളം ഞങ്ങൾ തയ്യാറാക്കി വരികയാണ്. അത് ശർക്കരയും കറുത്ത എള്ള അരിച്ചതും പാലും പച്ചവെള്ളവും ചേർത്ത മിശ്രിതമാണ് തയ്യാറാക്കുന്നത്. ആ ലായനിയാണ് തയ്യാറാക്കുന്നത്. ആ ലായനി ഇതിന് ചുറ്റിനും ഏറ്റവും അവസാനമായി തളിക്കുന്നതോടുകൂടി വൃക്ഷായുർവേദ പരിപാടി പൂർണ്ണമായിട്ട് ഇവിടെ അവസാനിക്കും. ഇനിയുള്ള കാലം എന്ന് പറയുന്നത് 6 മാസക്കാലം സുഖചികിത്സയുടെ കാലമാണ്. മരങ്ങൾക്ക് വല്ല രോഗവും ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി, അത് പരിചരിക്കുന്നതിന് വേണ്ടി ഈ വൃക്ഷായുർവേദം പഠിച്ച ആളുകൾ വീടുകൾ തോറും സഞ്ചരിക്കുമായിരുന്നു. അത് 80 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് ആ രീതി ഇല്ല. അപ്പോൾ അതിനുശേഷം നഷ്ടപ്പെട്ട ഒരു ശാഖയെ വീണ്ടെടുക്കുക കൂടിയാണ് ഞങ്ങളുടെ പരിശ്രമം. ന്യൂസ് മലയാളം, കോട്ടയം.